നമസ്കാരം. 1908 ജൂൺ 30 രാവിലെ സൈബീരിയയിലെ തുഗുസ്ക നദീതീരത്ത് സംഭവിച്ചത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇതിനോളം വലിയൊരു സ്ഫോടനം മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിനേക്കാൾ 1000 മടങ്ങ് അധികം ശേഷിയുള്ള സ്ഫോടനം എന്തുകൊണ്ട് ഒരു ഗർത്തം പോലും അവശേഷിപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഒരു നൂറ്റാണ്ടായി ശാസ്ത്രലോകം അലയുകയാണ്. അന്ന് രാവിലെ സൈബീരിയയിലെ നിബിഡ വനപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ കണ്ടത് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു. ആകാശത്ത് നിന്ന് സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു വലിയ അഗ്നിഗോളം താഴേക്ക് പതിക്കുന്നത് അവർ കണ്ടു. നിമിഷങ്ങൾക്കകം ഭൂമി കുലുങ്ങുകയും ശക്തമായ ഒരു സ്ഫോടന ശബ്ദം മുഴങ്ങുകയും ചെയ്തു. ആ ശബ്ദം 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെ വരെ കേൾക്കാമായിരുന്നു. ജയ്സൽമീർ മുതൽ ലണ്ടൻ വരെ ആകാശത്ത് വിചിത്രമായ പ്രകാശങ്ങൾ ദൃശ്യമായതായും പലയിടത്തും ജനങ്ങൾ ഭൂകമ്പമാണെന്ന് കരുതി പരിഭ്രാന്തരായതാണെന്നും ചരിത്രരേഖകൾ പറയുന്നു. ആ സ്ഫോടനം നടന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്താൻ അന്നത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സൈബീരിയയുടെ ഉൾപ്രദേശമായതിനാൽ പുറം ലോകം ആ ദുരന്തത്തെക്കുറിച്ച് അധികമൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ആ സ്ഫോടന സമയത്ത് എത്തിയവർ കണ്ടത് തകർന്നു തരിപ്പണമായ വനപ്രദേശമാണ്. ഏകദേശം 2000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വനം അപ്പാടെ നശിച്ചിരിക്കുന്നു. 80 കോടിയോളം മരങ്ങൾ ഒരേ ദിശയിലേക്ക് കടപുഴുകി വീണിരിക്കുന്നു. സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ആഘാത തരംഗങ്ങൾ മരങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. സ്ഫോടന കേന്ദ്രത്തിലെ മരങ്ങൾ വേരോടെ വീണെങ്കിലും അവ അവിടെ തന്നെ കുത്തനെ നിന്നിരുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ ടെലിഗ്രാഫ് പോൾ മരങ്ങൾ എന്ന് വിളിക്കുന്നു. ചില്ലകളില്ലാത്ത കേവലം തടികൾ മാത്രമായി അവ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സംഭവം നടന്ന് 19 വർഷത്തിനു ശേഷമാണ് റഷ്യൻ ധാതുശാസ്ത്രജ്ഞനായ ലിയോണിഡ് കൂലിക്ക് ഈ പ്രദേശത്തൊരു ശാസ്ത്രീയ പര്യവേഷണം നടത്തണമെന്ന് തോന്നുന്നത്. തുഗുസ്കയിൽ ഒരു വലിയ ഉൽക്ക വീണിട്ടുണ്ടാവുമെന്നും അവിടെ വലിയൊരു ഗർത്തം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ വർഷങ്ങൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷവും അദ്ദേഹം നിരാശനായി. അവിടെ ഗർത്തം ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു സ്ഫോടനം നടത്തുവാൻ ശേഷിയുള്ള ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ അവിടെ വലിയൊരു ഗർത്തം രൂപപ്പെടുന്നതായിരുന്നു. എന്നാൽ തുഗുസ്കയിൽ മണ്ണിൽ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഉൽക്കയായിരുന്നോ അതോ അനുഗ്രഹജീവികളുടെ പേടകമായിരുന്നോ എന്ന് വായിൽ വെച്ച് നടന്ന ഒരു അണുസ്ഫോടനമാണോ എന്ന് പോലും എല്ലാവരും സംശയിച്ചു. ഒടുവിൽ ഇത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി. തുഗുസ്ക സംഭവത്തിന് ശാസ്ത്രം ഇന്നും നൽകുന്ന ഏറ്റവും അംഗീകൃതമായ വിശദീകരണം എയർ ബസ്റ്റ് എന്നതാണ്. അതായത് ആകാശത്ത് നിന്ന് വന്ന ഉൽക്കയോ വാൽനക്ഷത്രമോ ഭൂമിയിൽ തൊടുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഉൽക്കകൾക്ക് ഭീമമായ മർദ്ദവും ചൂടും അനുഭവപ്പെടുന്നു. ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് ഉൽക്കയുടെ ബലം താങ്ങാവുന്നതിലും അധികമായി അന്തരീക്ഷമർദ്ദം ഉയരുമ്പോൾ അതൊരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് താഴെയുള്ള വനപ്രദേശത്ത് ഇത്ര വലിയ ആഘാതം ഉണ്ടാക്കിയത്. സ്ഫോടനം നടന്ന് ഭൂമിക്ക് മുകളിലായതുകൊണ്ട് ഭൂമിയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുമില്ല. ഈ സിദ്ധാന്തത്തിന് ബലമേകുന്ന തെളിവുകൾ അടുത്ത കാലത്തായി ലഭിച്ച ചില സൂക്ഷ്മ ധൂളികളിൽ നിന്നും ലഭിച്ചിട്ടുമുണ്ട്. ഉൽക്കയുടെ അവശിഷ്ടങ്ങളെന്ന് കരുതപ്പെടുന്ന മൈക്രോസ്കോപ്പിക് കണങ്ങൾ അവിടെയുള്ള മണ്ണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. തുഗുസ്ക സംഭവം വെറുമൊരു ചരിത്രരേഖയല്ല, അത് ആധുനിക മനുഷ്യന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഇന്നും ഭൂമിക്ക് നേരെ ആയിരക്കണക്കിന് ഉൽക്കകൾ കുതിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വസിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാലത്താണ്. നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് പദ്ധതികൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാസയുടെ ഡാർട്ട് മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഒരു ഉൽക്ക ഭൂമിയിലേക്ക് നേരെ വരികയാണെങ്കിൽ അതിനെ ബഹിരാകാശത്ത് വെച്ച് തന്നെ തട്ടിമാറ്റാൻ മനുഷ്യന് ഇന്ന് കഴിയും. 1908 ആകാശത്ത് നടന്ന സംഭവം ഭൂമിയിലെ ജീവജാലങ്ങളെ ബാധിച്ചിരുന്നില്ല. എന്നാൽ നാളെ ഇത്തരമൊന്നും നടന്നാൽ ലോകം എന്ത് ചെയ്യും? ആ ചോദ്യമാണ് തുഗുസ്ക ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. സൈബീരിയയിലെ ആ വിജനമായ വനത്തിൽ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആ സ്ഫോടനത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും ആ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ TV.